ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹത്തായ മാനവിക ദർശനം ആണ് അദ്ദേഹത്തിന് പ്രചോദനമായിട്ടുള്ളത്. ഗുരുദേവ ദർശനത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് മറ്റ് ആചാര്യന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ഭൗതികതയും ആത്മീയതയും സമന്വയിപ്പിച്ചുകൊണ്ട് ജീവിത വിജയം കരസ്ഥമാക്കുക എന്നുള്ളതാണ്. ആ പാതയാണ് പിന്തുടരുവാൻ സ്വാമി തന്മയ ശ്രമിച്ചിട്ടുള്ളത്. ഗുരു നിത്യ ചൈതന്യയുടെയും മുനി നാരായണ പ്രസാദിൻ്റെയും പ്രത്യാശയ പ്രചോദനവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ അറിവും കഴിവും ഉപയോഗിച്ചുകൊണ്ട് ശ്രീനാരായണ ധർമ്മ പ്രചാരണ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു സ്വാമി തന്മയുടേത്. പ്രത്യേകിച്ച് വളരെ സമന്വയത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും ലാളിത്യത്തിൻ്റെയും പ്രതീകമായിരുന്നു സ്വാമി തന്മയ എന്ന് അദ്ദേഹത്തെ അറിയുവാനും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളവർക്കെല്ലാം അറിയാവുന്നതാണ്. ഗുരു ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഗുരുവിൻ്റെ മഹത്വപൂർണ്ണമായ മാനവിക ദർശനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭൗതിക ആത്മീയ രംഗത്ത് ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ആത്മീയതയെ ഉൾക്കൊണ്ടുകൊണ്ട് ആത്മീയ ഔന്നത്യത്തിലേക്ക് വിശ്വാസ സമൂഹത്തെ കൂട്ടിക്കൊണ്ടു പോകുവാനുള്ള വലിയ ദൗത്യം അദ്ദേഹം ജീവിതത്തിലൂടെ ഏറ്റെടുക്കുവാൻ തയ്യാറായത്. സ്വാമികൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ആ മഹത്തായ ശാസ്ത്ര അവബോധത്തെ ആത്മീയതയുമായി സമന്വയിപ്പിച്ചുകൊണ്ട് അത് പ്രചരിപ്പിക്കുവാനും പ്രാവർത്തികമാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും തന്മയൻ സ്വാമിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റു ശ്രീനാരായണ ഗുരുദേവൻ്റെ മറ്റ് സന്യസ്ത ശിഷ്യന്മാരിൽ നിന്നും തന്മയൻ സ്വാമികളെ വ്യത്യസ്തമാക്കുന്ന മഹത്വം.